നിങ്ങൾ വിചാരിച്ചത് ശരിയാണ്. ഫൈ മണിയും ഓഫൈ മണി ഫെഡറൽ ബാങ്കും തമ്മിലുള്ള ബിസിനസ് പങ്കാളിത്തം പാർട്ട്ണർഷിപ്പ് 2026 മാർച്ചിൽ അവസാനിച്ചു. ഫൈ മണി ഒരു ബാങ്ക് അല്ലാത്തതിനാലും വെറുമൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മാത്രമായിരുന്നതിനാലും നിങ്ങളുടെ അക്കൗണ്ടും പണവും പൂർണ്ണമായും ഫെഡറൽ ബാങ്കിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഫൈ അക്കൗണ്ട് പെട്ടെന്ന് ക്ലോസ് ആയതായി തോന്നാൻ പ്രധാന കാരണം ഇതാണ്. ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ താഴെ പറയുന്നവയാണ്. 1. അക്കൗണ്ട് ഫെഡറൽ ബാങ്കിലേക്ക് പൂർണ്ണമായി മാറി. നിങ്ങളുടെ ഫൈ ആപ്പിലെ ബാങ്കിംഗ് സേവനങ്ങൾ നിർത്തലാക്കിയെങ്കിലും ഫെഡറൽ ബാങ്കിലുള്ള നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോഴും സജീവമാണ്. നിങ്ങളുടെ പണം പൂർണ്ണമായും സുരക്ഷിതമായി ഫെഡറൽ ബാങ്കിലുണ്ട്. 2. പുതിയ മൊബൈൽ ആപ്പ് ഫെഡ് മൊബൈൽ. ഇനി മുതൽ ഫൈ ആപ്പ് വഴി നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. അതിനായി ഫെഡറൽ ബാങ്കിന്റെ ഔദ്യോഗിക ആപ്പായ ഫെഡ് മൊബൈൽ ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. 3. പുതിയ ബ്രാഞ്ചും IFSC കോഡും. അക്കൗണ്ടുകൾ നേരിട്ട് നിയന്ത്രിക്കുന്നതിനായി ഫെഡറൽ ബാങ്ക് ഓരോ ഉപഭോക്താവിനും അവരുടെ അടുത്തുള്ള ഒരു ലോക്കൽ ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് സ്വയമേവ അലോട്ട് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഇതിനാൽ നിങ്ങളുടെ IFSC കോഡ് മാറിയിട്ടുണ്ടാകും, എന്നാൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറിൽ മാറ്റമില്ല. 4. റിവാർഡ് പോയിന്റുകൾ 5 പോയിന്റ്സ് കാലാവധി കഴിഞ്ഞു. ഫൈ മണി നൽകിയിരുന്ന റിവാർഡ് പോയിന്റുകൾ 5 പോയിന്റ്സ് ശേഖരിക്കുന്നതും ഉപയോഗിക്കുന്നതുമായ കാലാവധി 2026 മാർച്ച് 31 ഓടെ അവസാനിച്ചു. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിക്കുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഫെഡറൽ ബാങ്കിന്റെ ഫെഡ് മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ഫൈ മണിയിൽ രജിസ്റ്റർ ചെയ്തിരുന്ന ഫോൺ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഇമെയിൽ പരിശോധിക്കുക. പുതിയ IFSC കോഡിനെക്കുറിച്ചും നിങ്ങൾക്ക് അനുവദിച്ച പുതിയ ഫെഡറൽ ബാങ്ക് ബ്രാഞ്ചിനെക്കുറിച്ചും ബാങ്കിൽ നിന്ന് വന്ന ഇമെയിൽ സബ്ജക്ട് ബാങ്കിംഗ് സർവീസസ് അപ്ഡേറ്റ് പരിശോധിക്കുക.